ഹായ് ഗായ്സ്, വണ്ടിയൊക്കെ മേടിച്ചിട്ട് വേണം ഒരു ട്രിപ്പൊക്കെ പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇപ്പോൾ എനിക്ക് വണ്ടിയും കിട്ടി. ഞാൻ എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയണ്ടേ? ഞാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കാലത്തെണീച്ച് കുളിച്ച് ഡ്രസ്സ് മാറി അങ്ങനെ നിൽക്കുകയാണ്. കണ്ടാൽ കുളിച്ചിട്ടില്ല എന്നൊക്കെ തോന്നും, പക്ഷെ ഞാൻ കുളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും മൈൻഡ് ആക്കുന്നില്ല. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ ഞാൻ പതുക്കെ കാണിച്ചു തരാം. ബായ്. അപ്പോൾ ഞാൻ അതാ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേ ബാക്കിലൊരു ചേച്ചി നിൽക്കുന്നുണ്ട്. ചേച്ചി ഒന്നല്ല, അതാണ് ഗൈസ് എൻ്റെ അമ്മ. അങ്ങനെ അമ്മയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഗൈസ്, ഇതാണ് വണ്ടി സ്പ്ലെൻഡർ. ഇതും വെച്ചാണ് ട്രിപ്പ് പോകാൻ പോകുന്നത്. എന്താവും എങ്ങനെ ഒരു പിടിയില്ല. അങ്ങനെ ഞാൻ പോകുന്നത് നോക്കിയാൽ അമ്മ വാതിലിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അമ്മയുടെ അടുത്ത് ഞാൻ ടാറ്റ പറയാനൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഓൾ ദ ബെസ്റ്റ് ഒന്നല്ല, ഞാൻ ഓക്കെ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഓക്കെ കാണിച്ചതാണ്. അങ്ങനെ ഞാൻ പെട്രോളൊക്കെ അടിക്കാൻ കയറി. പെട്രോളൊക്കെ അടിച്ചു. ഞാൻ തൃശ്ശൂരെത്തി. എന്താ ഗൈസ്, ഞാനിപ്പോൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. നല്ല റോഡും നല്ല ആകാശവും കുറേ ബസ്സൊക്കെ പോകുന്നുണ്ട്. വെറുതെ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയേക്കാണ്. ഹൈവേയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് പ്രത്യേക ഡൗട്ട്. പിന്നെ എൻ്റെ ഗൂഗിൾസ് ഫുള്ള് നനഞ്ഞു. വീട്ടിൽ ഇറങ്ങിയപ്പോൾ ചെറിയ മഴച്ചാറുണ്ടായിരുന്നു. തൃശ്ശൂരൊക്കെ നല്ല ചാറിനൊക്കെ ഉണ്ടായിരുന്നു. റെയിൻകോട്ട് ഇട്ടിട്ടാണ് ഞാൻ മറന്നല്ല, മടിയായി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ മഴയൊന്നുമില്ല, സൂര്യനെ പിടിച്ചു. സമയം ഇപ്പോൾ സമയം 8 മണി. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 6:45 ആകുമ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. ഗൈസ് ബൈ, ടാറ്റാ, സീ യു. അങ്ങനെ കുറച്ച് ദൂരം കൂടി പോയപ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങി കുറച്ച് നേരം നിന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെയും വണ്ടിയും കൂടി ഒരുമിച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, നേരത്തെ നിർത്തിയോടത്ത് എൻ്റെ ഗൂഗിൾസിൻ്റെ പകുതി സാധനം താഴെ വീണു. ഞാനത് അറിഞ്ഞില്ല. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഞാനതിൻ്റെ കാര്യം മറന്നുപോയി. അങ്ങനെ അത് പോയിട്ട് നിൽക്കാം ഞാനിവിടെ. അപ്പം ഞാനിവിടെ എവിടെയോ എത്തി. എൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു ചുവന്നമണ്ണ് ക്ഷീരോത്പാദക സംഘം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനിപ്പോൾ കുതിരാൻ്റെ അവിടെ എത്തി. കുതിരാൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കുറേ വണ്ടികൾ വരണല്ലേ. കാണിച്ചു തരാൻ പറ്റുവെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുതിരാനൊക്കെ കഴിഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായപ്പോൾ ഒരു ശരവണ ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ടായി. അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒടുക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക്. ഇപ്പം ഞാൻ ഓർഡർ കൊടുത്തിട്ടിരിക്കാം കേട്ടോ. കുറച്ച് നേരമായി. അങ്ങനെ ഫുഡ് എത്തി. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു.
എനിക്ക് ഭ്രാന്താന്ന് ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അതാലോചിച്ചിട്ടാണ് ഞാൻ ഈ ചിരിക്കണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ പുറത്ത് ഇവരുടെ പ്രത്യേക തരം കുറേ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ സ്വീറ്റ്സൊന്നും കഴിക്കാറില്ല, പിന്നെ വെറുതെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു. ഞാൻ കഴിച്ച സാധനത്തിൻ്റെ പേരെന്തോ കീപ്പാക്കുന്ന അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ മധുരം കഴിക്കാറില്ല, പക്ഷേ പിന്നെ വെറുതെ ഒന്ന് ടെസ്റ്റ് അടിച്ചതാണ്. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്കൊക്കെ അടിച്ച് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഗൈസ്. ബൈ ബൈ. ഞാൻ എൻ്റെ വണ്ടിയിൽ കയറാൻ പോവാണ് ഗൈസ്. ഇല്ലാത്തത് കാരണം വീട്ടിൽ നിന്ന് സ്റ്റാൻഡ് എടുത്ത് വന്ന കുട്ടിയാണ് ഞാൻ. ഫോട്ടോ എടുത്ത് തരാൻ ആരോടാണ്ട് പാവം ഞാൻ. ഇതുപോലെ ഒരു വ്ളോഗറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് സെൽഫി സ്റ്റാൻഡ് എടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഒരു ഫോട്ടോയും മര്യാദക്ക് കിട്ടാണ്ട് പാവം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടി വലിച്ചു കൊടുന്നതാ. ഇതാണ് ഹനുമാന്റെ അമ്പലത്തിലേക്കുള്ള വഴി. ഇതാണ് വഴി. പക്ഷെ നിങ്ങൾ പോകുന്നില്ല, ഞാൻ പോണില്ല. കാരണം എനിക്ക് സമയമില്ല. ഇപ്പം സമയം നോക്കട്ടെ, 10:20. 10:20. ഹനുമാൻ്റെ അമ്പലവും കാടും അമ്പലം എഴുതിയിട്ടുള്ള വഴിയും കാടും കണ്ടപ്പോൾ നിർത്തിയതാണ് ഗൈസ്. ബായ്. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ 1-2 ആൾക്കാർ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പുറത്തൊക്കെ വീടുണ്ട്, അവിടെ കടയുണ്ട്, ബാക്കിൽ വണ്ടിയിൽ വരുന്ന ആൾക്കാരുണ്ട്. ബായ്. ഇതാണ് നെന്മാറ വേല നടക്കണ അമ്പലം, നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ആകാശം കാണാൻ നല്ല രസമുണ്ട്. കുറേ ആൾക്കാർ തൊഴാൻ വന്നിട്ടുണ്ട്. കുറേ കാറുകളുണ്ട്, ബൈക്കുകളുണ്ട്, വലിയ പുഴയുണ്ട്, കുറച്ച് വേസ്റ്റുണ്ട്. അത്രേ ഉള്ളൂ ഇവിടെ. ഞാൻ ഇവിടെ പോണ വഴിക്ക് വെറുതെ ഒന്ന് കയറിയതാ. തിരിച്ചു വരുമ്പോൾ എന്തായാലും കയറില്ലല്ലോ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം ഗൈസ്. ബൈ 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 ബൈ. അവിടെ ദൂരത്ത് എന്തോ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ സ്റ്റെപ്പ് പിള്ളേർക്ക് നീന്താനിറങ്ങാനാ തോന്നുന്നുണ്ട്, അറിയില്ല. അവിടെ എന്തൊക്കെ തൂക്കിയിട്ടുണ്ട് ഒന്നും അറിയില്ല. ഇതായിട്ട് നെന്മാറ. അവിടെ എന്തോ തൃശ്ശൂർ പുളിക്കൻസ് അങ്ങനെ എന്തോ ഏതൊരു സമരം എഴുതിയിട്ടുണ്ട്. ഫോണിൽ കാണാണ്ടാവില്ല. എന്നാലും നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത്. അങ്ങനെ പോയി പോത്തുണ്ടി ഡാമിൻ്റെ അവിടേക്ക് എത്തി. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് ചെണ്ടയിൽ കൊടുത്തിട്ട് ഞാൻ ഉള്ളിൽ കയറി. ഇതാണ് പോത്തുണ്ടി ഡാം. നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ. അങ്ങനെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു സ്കൈ സൈക്ലിങ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിവിടെ കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. മല ഗാർഡനും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മഴയാണെന്ന് വിചാരിച്ചിട്ട് റെയിൻ കോട്ട് എടുത്ത് വന്ന എന്നെ വെയിൽ ചതിച്ചു. എന്തൊരു വെയിലവിടെ. നല്ല വെയിലാണ് ഗൈസ്. ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ സ്കൈ സൈക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് കയറി.
ഒരു കുട്ടിയുടെ അടുത്ത് അവിടെയുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് വീഡിയോ എടുത്ത് തരുമോ ചോദിച്ചു. അപ്പോൾ എടുത്തരാ പറഞ്ഞ്. ശ്രദ്ധിക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ചവിട്ടണം. ചവിട്ടിയാലും സൈക്കിൾ പോകണം. പോകുന്ന സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടർ ഇരിക്കണ്ട, ഒരു മീഡിയം സ്പീഡിൽ തന്നെ ചവിട്ടാം. ഇടിച്ച് വരുന്ന രീതിയിൽ പോകുന്നില്ല. ഓക്കെ ആണല്ലോ? ഞാൻ പറയുന്നത് ചവിട്ടിയാലോ. ശരിക്കും അതിൻ്റെ മുകളിൽ കയറിപ്പോണ്ടല്ലോ. എൻ്റെ അമ്മേ എന്തൊരു പേടിയെന്നറിയോ. തീർന്നെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങോട്ട് ചവിട്ടിക്ക് എന്ത് ചെയ്യാം. അപ്പോഴത്തെ ആ കുട്ടികൾ തന്നെ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ താഴത്ത് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങാണ്. അവിടെ വേറെ എവിടേക്കൊന്നും പോണില്ല, കാരണം അതിനുള്ള നേരമില്ലാത്ത കാരണം ഞാൻ തിരിച്ചിറങ്ങി. അങ്ങനെ അവസാനം നെല്ലിയാമ്പതിയിലേക്ക് കയറാനുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടേക്ക് എത്തി. ഇതാണ് പോത്തുണ്ടി ഡാം. ഞാൻ നേരത്തെ പോയ സ്ഥലം. അവിടെ എത്തിയപ്പോൾ ഞാൻ ഡാമിൻ്റെ അവിടേക്കൊന്നും കയറിയില്ല, കാണാൻ നേരം കിട്ടിയില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കയറിയപ്പോൾ എനിക്ക് മുകളിൽ നിന്നിട്ട് നന്നായിട്ട് ആ ഡാം കാണാണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഗായ്സ്, ഞാനിപ്പോൾ കുണ്ടറച്ചാറ പാലത്തിൻ്റെ അവിടേക്ക് എത്തി. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഇവിടേക്ക് എത്തും. ആ മലയുടെ അറ്റത്തേക്ക് എത്തും. ഇതുവരെ ഞാൻ എങ്ങനെ എത്തിയെന്നൊന്നും ഒരു പിടിയില്ല. പക്ഷെ ഞാൻ നല്ല ഹാപ്പിയിലാണ് ഇപ്പോൾ. എന്താ അറിയില്ല, ആദ്യമായിട്ട്. അയ്യോ, എന്തിപ്പോൾ ഞാൻ പറയാൻ വാക്കുകളില്ല ഗായ്സ്. അതവിടെ ഉണ്ട്. അവിടെ ഒരു കുരങ്ങിരിക്കുന്നുണ്ട്. കുരങ്ങൻ്റെ മടിയിൽ കുരങ്ങൻ്റെ കുട്ടിയുണ്ട്. പാല് കൊടുക്കുക തോന്നുന്നുണ്ട്, അറിയില്ല. ഗായ്സ്, ഇതാണ് കോടമഞ്ഞ്. ചില മണ്ടന്മാരൊക്കെ വിചാരിക്കും ഇത് അടുപ്പിലെ പുകയാണെന്ന്. ശരിക്കും ഇതെന്താണ്? പുകയല്ല, ഇതാണ് കോടമഞ്ഞ്. ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ കുറേ ഉളച്ചളികളൊക്കെ അടിക്കുന്നുള്ളൂ. അതൊന്നും ആരും മൈൻഡാക്കണ്ട. ആകാശമൊന്നും കാണാനല്ലേ, ഫുള്ള് കോടമഞ്ഞ. കാർമണ്ടിയൊക്കെ വേണ്ടി കോടമഞ്ഞിൽ ഓ താഴ്വരയിൽ ഓ ഡു 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 ഡു. ഗൈസ്, അവിടെ റോഡ് കാണാനുണ്ടോ ഗൈസ്? യെസ്, നമ്മൾ കയറി വന്ന റോഡാണത്. ഓക്കെ, ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടിരുന്നായിരുന്നു. എൻ്റെ സ്റ്റാൻഡൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചായപ്പൊടി മേടിച്ചിട്ടുണ്ട്, വേറെ ഒന്നും മേടിച്ചില്ല. ഗൈസ്, 5 മിനിറ്റ് തന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് വെച്ച എവിടെയാണ് ഞാൻ പറഞ്ഞു പാലക്കാട് ഉണ്ടെന്ന്. അപ്പോൾ ചേച്ചി ഒന്ന് ഞെട്ടി. ഞാൻ നെല്ലിയാമ്പതി വരെ വന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട്
ഞാൻ ഇങ്ങോട്ടാ വന്നതെന്ന് പറഞ്ഞാൽ എന്ന് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ എന്തായാലും ഇടും നെക്സ്റ്റ് വീഡിയോയിലൊക്കെ. എന്തായാലും ഒറ്റയ്ക്ക് വന്നപ്പോൾ ചെറിയൊരു ആദ്യമായിട്ട് ഒരു ട്രിപ്പ്, അത് ഒറ്റയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിലും ഇല്ല. അവിടെ ഇവിടെ ഞാൻ 1-2 ശ്രീഷ്മേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീഷ്മ, നന്ദ, റിൻസി, അങ്ങനെ കുറേ എണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ നിറച്ച് എന്താ പറയുക, ഇവിടെ നിറച്ചും തേയിലത്തോട്ടങ്ങളാണ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അറ്റത്ത് കുറേ ഫാമിലി ഉണ്ട്. ആ വീബിനെ കണ്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഗായ്സ് അത് നോക്ക്, വലിയൊരു തേനീച്ച കൂട്. ഏതോ ഒരു പാറക്കല്ലിൻ്റെ മുകളിലാണ് ഞാൻ ഫോൺ വെച്ചിട്ടുള്ളത്. ഫോൺ വീഴൊന്നുമില്ല. അപ്പം ഞാൻ സ്റ്റാൻഡൊന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരമായില്ല അവിടെ ഇവിടെയൊക്കെ കാണിക്കണം. അങ്ങനെ ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. കാരണം എനിക്ക് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ പോയി വേഗം തന്നെ തിരിച്ചെത്തണമായിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. സമയം ഇപ്പോൾ തന്നെ 3:15 ഗായ്സ്. നമുക്കപ്പോൾ തിരിച്ചു പോകാം ഗായ്സ്. ഇപ്പുറത്തെ സൈഡ് ആകാശം മാത്രമേ കാണാമോ. കാല് വെറുതെ പിടിച്ചു. ആകാശത്ത് കൂടെ എയർപ്ലെയിൻ പോകുന്നത് കാണിച്ചു തരാം. ബൈ ഗൈസ്, നമുക്ക് പോവാം. തിരിച്ചു പോവാം. ബൈ. ഗൈസ്, ഇതാണ് സൂസൈഡ് പോയിന്റ്. ഇതേപോലെ ചാടി കയറി അപ്പുറത്ത് നിന്നിട്ട് ചാടി കഴിഞ്ഞാൽ ചത്തുപോകും. പിന്നെ ഒരു പൊടി പോലും കിട്ടില്ല. പിന്നെ മഞ്ഞമരം ബോയ്സിലെ ചെക്കൻ്റെ വരുന്നായിരുന്നു. പിള്ളേര് പറയുന്നായിരുന്നു സുഭാഷ ചന്ദ്രൻ. ആൾക്കാരെ വിചാരിക്കണ്ടാക്കി പ്രാന്താണ്. നിങ്ങൾ വെള്ളം ദാഹിച്ചാൽ വെള്ളം കുടിക്കണം. ഓക്കെ, വെള്ളം ദാഹിച്ചിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ സൂയിസൈഡ് പോയിൻ്റ് ആവശ്യം വരില്ല. നമുക്ക് നേരെ തന്നെ പരലോകത്തേക്ക് പോകും. ഇനി ആരും സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നു നെല്ലിയാമ്പതി. ഇനി ആരും നെല്ലിയാമ്പതി കണ്ടില്ല പറയുന്നുണ്ട്. ഇനിയും കുറേ മലകളും കാടുകളും കാണാൻ കിടക്കുന്നുണ്ട്. നിങ്ങൾ വരും, കാണും. എനിക്ക് ബാക്കി കാണാനുള്ള നേരമില്ല, സമയമില്ല, ഒന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് ചേട്ടന്മാരൊക്കെ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ അവർ എന്തിനാ കൈ കാണിച്ച് നിർത്തിയെന്ന് പറഞ്ഞാൽ ട്രക്കിങ്ങിൻ്റെ കാര്യം പറയാനായിരുന്നു. ട്രക്കിങ്ങിന് അവർ 1600 രൂപയ്ക്കാണ് ട്രക്കിങ്ങിന് പോണത്. ഒരു 2 മണിക്കൂറത്തെ യാത്ര ഉണ്ടാവും. പിന്നെ
ഞാൻ ഒറ്റയ്ക്ക് ഇതായിരുന്നു പോയില്ല, പിന്നെ നല്ല നല്ല പൈസയായിരുന്നു. സ്പ്ലെൻഡറായിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കോമഡി ആവും, എന്താ ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ ട്രിപ്പ് വന്നിട്ടുണ്ടാവുക, പിന്നെ വണ്ടി നാശമാവുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറേ പേര് സ്കൂട്ടിയിലും ഓട്ടോറിക്ഷയിലും ഒക്കെ ട്രിപ്പ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എന്തായാലും അടിപൊളിയാണ്. ഇവിടെ ഫുൾ തേയിലത്തോട്ടാണ്. ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ആൾക്കാർക്ക് സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റും. ഈ വ്ളോഗിന് എന്തായാലും ട്രാവൽ വ്ളോഗെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തിരുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലിരിക്കുകയാണ്. പൊടുക്കത്തെ മഴക്കാറാണ്. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇനി എന്താ അവസ്ഥ ഒന്നും അറിയില്ല, മഴ പെയ്യുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.